യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഈ തണുത്ത മൺചുരങ്ങൾ ഇതുവഴി മെല്ലെ വന്നൊരുമ്മ തന്ന കരൾമിഴിയേ, സോറി ആതിരക്കുട്ടി, ഞാൻ ഓർക്കാതെ. സാരമില്ല, എന്റെ വേദന പോയി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം ആതിരക്കുട്ടി. അയ്യോ, ചായ. ഏയ് നേരല്ല ആതിരക്കുട്ടി, ഇനി നിന്ന ആ മേസ്തിരി സൈറ്റ് കയറ്റത്തില്ല. സുനീഷേട്ടാ, എന്താ? ഈ ചായ കുടിച്ചിട്ട് സുനീഷേട്ടാ പോയാ മതി. നേരെ വൈകിണ്ടല്ലേ ശ്രീലതേ, ഞാൻ പോട്ടെ. ഇങ്ങനെ വൈകിപ്പിക്കുന്നത് കൊണ്ടാ ജീവിതത്തിൽ നമുക്ക് പലതും നഷ്ടപ്പെടുന്നത്. മനസ്സിലായില്ല. സുനീഷേട്ടൻ ആദ്യം ഈ ചായ ഒന്ന് കുടിച്ചേ. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ പറയുന്ന കേട്ടിട്ട് സുനീഷേട്ടൻ പോയാ മതി. എന്താ? ഇന്നെങ്കിലും എനിക്ക് സുനീഷേട്ടനോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. അതെന്ത് തന്നെയാലും വൈകിട്ട് പോരെ? പോരാ, എനിക്കിപ്പൊ സംസാരിക്കണം. എന്നാ വേഗം പറ. ആദ്യം സുനീഷേട്ടൻ ഈ ചായ കുടിക്ക്. ഞാൻ കുടിച്ചോളാം, നീ കാര്യം പറ. ഇനിയെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മണ്ടി ഞാനായി പോവും. നമ്മൾ തമ്മിൽ എന്തിനാ ശ്രീലതേ ഇത്രയും വലിയൊരു മുഖവര? ചില കാര്യങ്ങൾ അങ്ങനെ സുനീഷേട്ടാ, മുഖവര ഇല്ലാതെ പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് സുനീഷേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ശ്രീലത എന്താ ഈ പറയണേ? സത്യം, ഈ പകൽ പോലെ സത്യം. ഇഷ്ടമെന്ന് പറഞ്ഞ ഇഷ്ടം എല്ലാ അർത്ഥത്തിലും. വൈകിപ്പോയല്ലോ ശ്രീലതേ, ഞാനിപ്പോ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാ. അതെന്റെ കുഴപ്പമല്ല. ഞാൻ എന്ന് സുനീഷേട്ടനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ആരാധിച്ചിട്ടേ ഉള്ളൂ. എന്റെ അമ്മ അന്നങ്ങനെ ഒരു അബദ്ധം പറഞ്ഞപ്പോ ചങ്ക് പൊട്ടി കരഞ്ഞിട്ടേ ഉള്ളൂ. നീ എന്തൊക്കെയാ ശ്രീലത ഈ പറയണേ? ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമുണ്ടോന്ന് തീരുമാനിക്കേണ്ടത് സുനീഷേട്ടനാ. പരസ്പരം മനസ്സിലാക്കുന്നവര് തമ്മിലല്ലേ സുനീഷേട്ടാ ഒന്നിക്കേണ്ടത്. ഞാനും ആതിരക്കുട്ടിയും തമ്മിൽ മനസ്സിലാക്കുന്നില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ആരെങ്കിലും പറയണോ? ഞാൻ ജീവിക്കുന്നത് നിങ്ങളുടെ കൂടെയല്ലേ, കണ്ട എനിക്ക് മനസ്സിലാവില്ലേ? സുനീഷേട്ടൻ ചിലപ്പോ അവളെ മനസ്സിലാക്കുന്നുണ്ടാവും, പക്ഷെ അവള് സുനീഷേട്ടനെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ തോന്നലുകളൊക്കെ ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ശ്രീലതേ. സുനീഷേട്ടൻ എത്ര കാലം ഇങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കും? സുനീഷേട്ടൻ ആരെയും ഭയക്കുന്നേ? അപ്പച്ചിയെയോ? അതോ സമൂഹത്തെയോ? അതോ ഇനി അവളെയാണോ? ആരെയായാലും കൊള്ളാം, സുനീഷേട്ടന്റെ ജീവിതം തീരുമാനിക്കുന്നത് സുനീഷേട്ടനാ. ഈ പറഞ്ഞവരാരും ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അനുഭവിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. അത് സുനീഷേട്ടൻ മറക്കണ്ട. നീ ചുമ്മാ ഭ്രാന്ത് പറയല്ലേ ശ്രീലതേ. ഇവിടെ ഇപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ത് പ്രശ്നം ഉണ്ടായത്? പ്രശ്നം ഉണ്ടായിട്ട് സംസാരിക്കണമെന്നാണോ സുനീഷേട്ടൻ പറയുന്നത്? നമ്മളെന്തിനാ സുനീഷേട്ട അതുവരെ കാത്തിരിക്കുന്നത്? ഞാൻ പോട്ടെ. ഇതിന്റെ പേര് പോക്കെന്നല്ല, ഒളിച്ചോട്ടോ എന്നാ. ആയിക്കോട്ടെ, പക്ഷെ നീ പറയുന്നത് കേട്ടോണ്ടിരിക്കെ എനിക്കിപ്പോ സമയമില്ല. സമയം ഉണ്ടായി വരുമ്പോ അത് കേട്ടിട്ടും കാര്യം ഉണ്ടാവില്ല.
പകലന്തിയോളം കൂലിപ്പണി ചെയ്ത് ഭാര്യയെ കളക്ടറാക്കി കഴിയുമ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് സുനിഷേട്ടന് മനസ്സിലാവും. ഓ, നീ ഇത് ആദ്യമായിട്ടാണല്ലോ പറയുന്നത്. ഇതൊക്കെ നിന്റെ വെറും തോന്നലുകളാ. എന്റെ ആതിരക്കുട്ടി ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല. സുനീഷേട്ടന്റെ വിശ്വാസം സുനീഷേട്ടനെ രക്ഷിക്കട്ടെ എന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ സുനീഷേട്ടാ. നിങ്ങളൊരു പാവ, വെളുത്തതെല്ലാം പാലാണെന്ന് വിശ്വസിക്കുന്ന ഒരു പഞ്ചപാവം. ഇപ്പൊ ഞാൻ പറയുന്നതൊന്നും നിങ്ങളുടെ തലയിൽ കേറില്ല. നിങ്ങളിപ്പോ സ്വപ്ന ലോകത്താ. നാളെ ഇതിന്റെ പേരില് നിങ്ങൾ കണ്ണീര് കുടിക്കുന്നത് കാണാൻ വയ്യാത്തോണ്ട് പറയുക. ദയവ് ചെയ്ത് കണ്ണു തുറന്നൊന്ന് ലോകത്തെ കാണ്. ചുറ്റും നടക്കുന്നതൊക്കെ ഒന്ന് കേൾക്ക്. ടിവിയും പത്രവും മൊബൈലും ഒക്കെ തുറന്ന ചതിച്ചിട്ട് പോയവരുടെ കഥകൾ മാത്രമേ കേൾക്കാനുള്ളൂ. കാലം വല്ലാത്തതാ സുനീഷേട്ടാ. ഈ ശുദ്ധഗതി കൊണ്ട് ഈ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ശ്രീലത. എങ്ങനെയെങ്കിലും ജീവിച്ചാ പോരാ സുനീഷേട്ടാ. നല്ല അന്തസ്സോടെ ജീവിക്കണം, മനസമാധാനത്തോടെ ജീവിക്കണം. സുനീഷേട്ടനെ പോലെ ഇത്രയും കഴിവുള്ള ഒരാള് ഇങ്ങനെയൊന്നും അവളുടെ അടിമയെ ജീവിക്കാൻ പാടില്ല. ഭാര്യ സ്നേഹിക്കുന്നതോ ആരാധിക്കുന്നതോ ഒക്കെ കൊള്ളാം, പക്ഷെ അവളത് അർഹിക്കുന്നുണ്ടോന്ന് കൂടി വല്ലപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കണം. അവൾ വന്നു കയറിയ ശേഷം സുനീഷേട്ടന് എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടോ? സുനീഷേട്ടൻ ആരായിരുന്നു പണ്ട് ഈ കോളനിയില്? നാടകകൃത്ത്, സംവിധായകൻ, നടൻ, എല്ലാരും തലയിലേറ്റി കൊണ്ടു നടക്കുന്ന ക്ലബ് പ്രസിഡന്റ്. ആ സ്ഥാനമെല്ലാം പോയില്ലേ? ഇത്രയും വലിയൊരു മനുഷ്യനെ അവള് കൂലിപ്പണിക്കാരനാക്കിയില്ലേ? ഇപ്പൊ സുനീഷേട്ടന് ആരെങ്കിലും സുഹൃത്തുക്കളുണ്ടോ? സുനീഷേട്ടൻ പേൻ എടുത്ത് ഒരു അക്ഷരം എഴുതിയിട്ട് എത്ര കാലമായി? അന്ന് സിനിമയ്ക്ക് എഴുതാൻ ചാൻസ് തരാന്ന് വരെ ആ ഗോവിന്ദ മുതലാളി പറഞ്ഞതല്ലേ. പിന്നെ സുനീഷേട്ടൻ ആ വഴി തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അതെങ്ങനെയാ? തലവേദന ഒഴിഞ്ഞ നേരം വേണ്ടേ? അടിയും പിടിയും ബഹളവും ഈ പരക്കം പാച്ചിലും അല്ലാതെ ഇപ്പൊ സുനീഷേട്ടന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വേറെ ഉണ്ടോ? സുനീഷേട്ടന് വേണ്ടെങ്കിലും ഞങ്ങൾക്ക് സുനീഷേട്ടന് വേണം, എനിക്ക് വേണം, ഈ നാടിന് വേണം. 20 കോടിയുടെ ലോട്ടറി ടിക്കറ്റ് അവള് കഴുകി കളഞ്ഞെങ്കിലും സുനീഷേട്ടന്റെ ജീവിതം അവള് കഴുകി കളയാൻ ഞാൻ സമ്മതിക്കില്ല. അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. സുനീഷേട്ടൻ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? ശ്രീലത എന്താ എന്നെ അന്ന് മനസ്സിലാക്കാത്തത്? എനിക്കെന്റെ ആതിരക്കുട്ടി അല്ലാതെ ഇപ്പൊ ഒരു ലോകമില്ല. നീ പറഞ്ഞതുപോലെ അത് ലാഭമോ നഷ്ടമോ ആയിക്കോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നാളെ ഒരു പക്ഷേ അവളെ തള്ളി പറഞ്ഞോട്ടെ, അതും ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ അവളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. അവൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും അവളെ ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. പണ്ടരെന്നോ ഭ്രാന്തരെന്നോ എന്തുവേണം നീ എന്നെ വിളിച്ചു. സുനീഷിന് ഇനി ഇങ്ങനെ ആവാനേ കഴിയൂ. അതിന്റെ പേര് വരാനിരിക്കുന്ന മുഴുവൻ ദുരന്തങ്ങളും ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. സുനീഷേട്ടാ, ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നാളെ ഒരിക്കൽ സുനീഷേട്ടന്റെ ഈ വിശ്വാസങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാലം ഉണ്ടായ അന്ന് എന്നെ സ്വീകരിക്കാൻ ഒരുക്കമാണോ? പ്രതീക്ഷയോടെ സുനീഷേട്ടനെ ഒരുപാട് സ്നേഹിച്ച് ശ്രീലത കാത്തിരുന്നോട്ടെ.